എം ജിയുടെ ഏറ്റവും പുതിയ ആസ്റ്റർ ഇന്ന് എം ജി കോസ്റ്റ് ലൈൻ ഗരാജിൽ ലോഞ്ച് ചെയ്തിരിക്കുകയാണ്. ഈ ആസ്റ്റർ ഞാൻ ആദ്യമായിട്ട് ഓടിക്കുന്നത് 2021 ബുത്ത് സർക്യൂട്ടിൽ വെച്ചാണ്. അന്ന് എക്സൈറ്റഡ് ആക്കിയ ആസ്റ്റർ, കാരണം അതിൻ്റെ ഒരു സ്റ്റൈലിംഗ്, അതിൻ്റെ ഒരു ഡിസൈൻ ആയിരുന്നു അന്നത്തെ മെയിൻ ഒരു ആസ്പെക്റ്റ് എന്നെ ഇൻട്രസ്റ്റഡ് ആക്കിയത്. അതുപോലെ തന്നെ ഇതിനകത്ത് വന്നിരുന്ന AI, ഇപ്പോൾ AI ആണെങ്കിലും പുതിയ സോഫ്റ്റ്വെയറിൽ AI വന്നിട്ടുണ്ട്, അതും ഒരു അപ്ഡേഷനാണ്. സോ ദിസ് ഇസ് എ ഫേസ് ലിഫ്റ്റ് 2024 ഒരു ഫേസ് ലിഫ്റ്റ് മോഡൽ വരുമ്പോൾ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നതനുസരിച്ച് ഡിസൈനിലൊരു വ്യത്യാസം വന്നിട്ടില്ല. കാരണം ആ ഡിസൈൻ 2021 മുതൽ ഇറ്റ് ഈസ് എ ബെസ്റ്റ് ഡിസൈൻ ഇൻ ദി സെഗ്മെൻറ്റ് എന്ന് എനിക്ക് തോന്നിയ ഒരു ഡിസൈനാണ്. കാരണം ഇസ്രസീവിൽ ഈ ഒരു സെയിം ഡിസൈനാണ്. ഇസ്രസീവിൽ ആകെ വരുന്ന ഇത് ക്ലോസ്ഡ് ആയി വന്നു എന്നുള്ളത് മാത്രം, ഇലക്ട്രിക് ആയതുകൊണ്ട്. പക്ഷേ ഈ ഒരു സെലസ്റ്റിയൽ ഗ്രില്ല് അന്ന് തൊട്ട് ആസ്റ്ററിനുണ്ടായിരുന്നു. ആൻഡ് ദാറ്റ് ഗ്രിൽ ഇറ്റ് സെൽഫ് ഇസ് ഗുഡ്. കാരണം ഇപ്പോൾ ഇവർ പറഞ്ഞ അനുസരിച്ച് ഒരു സൂര്യനൊക്കെ ഉദിച്ചു വരുന്ന രീതിയിലുള്ളൊരു ഗ്രില്ലാണ്. സോ അത് ഇപ്പോഴും അങ്ങനെ തന്നെ നിലനിർത്തിയിട്ടുണ്ട്. വേറെ വ്യത്യാസങ്ങളൊന്നും നമുക്ക് എക്സ്റ്റീരിയർ നോക്കുമ്പോൾ ഇല്ല. ആകെ വ്യത്യാസം വന്നിരിക്കുന്നത് ബ്ലാക്ക് സ്റ്റോം എന്ന് പറയുന്ന ഒരു വേരിയൻറ്റ് ഇപ്പോൾ വന്നിട്ടുണ്ട്. ബ്ലാക്ക് സ്റ്റോം നമുക്ക് ഗ്ലോസ്റ്ററിലും ഒക്കെ കിട്ടുന്നതാണ്. സോ ബ്ലാക്ക് ഇസ് ദ ന്യൂ ഇൻ എന്ന് വേണമെങ്കിലും പറയാം. സോ ബ്ലാക്ക് സ്റ്റോം വന്നിട്ട് ദിസ് ഇസ് നോർമൽ ബ്ലാക്ക് കളറാണ്. പിന്നെ വരുന്ന ബ്ലാക്ക് സ്റ്റോം ആണ്. ബ്ലാക്ക് സ്റ്റോമിൽ കുറച്ച് റെഡ് ഇൻസേർട്സും കൂടി ഇതിനകത്ത് വരും. സോ എക്സ്റ്റീരിയർ ഡിസൈൻ നോക്കിക്കഴിഞ്ഞാൽ ദർ ഇസ് നോ ഡിഫറൻസ്. പക്ഷേ ഇൻറ്റീരിയറിലാണ് ഇപ്പോൾ 2024 ആസ്റ്ററിൽ വന്നിരിക്കുന്ന വ്യത്യാസങ്ങൾ വന്നിരിക്കുന്നതിൽ കൂടുതൽ. കാരണം എക്സ്റ്റീരിയർ ഞാൻ പറഞ്ഞ വ്യത്യാസങ്ങളൊന്നുമില്ല. ഇൻറ്റീരിയറിൽ വന്നിരിക്കുന്ന വ്യത്യാസം ഒന്ന്, അതിനകത്ത് വെന്റിലേറ്റഡ് സീറ്റ്സ്, ഫ്രണ്ട് 2 സീറ്റ്സും വെന്റിലേറ്റഡ് സീറ്റ്സ് ആയി എന്നുള്ളതാണ്. അത് നമ്മളുടെ കേരളത്തിലെ ഒരു ക്ലൈമാറ്റിക് കണ്ടീഷൻ വെച്ച് നോക്കുമ്പോൾ അതിപ്പോൾ ഒരു ആവശ്യം തന്നെയാണ് എന്ന് എനിക്ക് തോന്നുന്നു. അതുകൂടാതെ രണ്ടാമത്തെ വ്യത്യാസം വന്നിരിക്കുന്നത് ഇതിനകത്ത് വന്നിരിക്കുന്ന സോഫ്റ്റ്വെയർ അപ്ഡേഷനാണ്. നമുക്ക് ഇപ്പോൾ ഒരു 10.1 ഇഞ്ച് സ്ക്രീനാണ് വരുന്നത്. ഇതിൻ്റെ ഈ സ്ക്രീനിലും അതുപോലെ ഈ ഒരു AI-ലും എല്ലാം വന്നിരിക്കുന്ന സോഫ്റ്റ്വെയർ അപ്ഡേഷനാണ് നമുക്കിപ്പോൾ കിട്ടുന്ന മറ്റൊരു വ്യത്യാസം. പിന്നെ ഉള്ളത് ഇതിനകത്ത് ORVM ആണ്. ഓട്ടോ ഡിം ORVM വരുന്നുണ്ട്. അതുപോലെ തന്നെ വയർലെസ് ആണ്. നേരത്തെ ഉണ്ടായിരുന്ന ആപ്പിൾ കാർപ്ലേയും അതുപോലെ ആൻഡ്രോയിഡ് ഓട്ടോയും വയേർഡ് ആയിരുന്നു. അത് ഇസറസീവിലും വയേർഡാണ് വരുന്നത്. ഇപ്പോൾ ആസ്റ്ററിൽ നമുക്ക് വയർലെസ് ആപ്പിൾ കാർപ്ലേയും ആൻഡ്രോയിഡ് ഓട്ടോയും നമുക്ക് ലഭിക്കുന്നത്. സോ അങ്ങനെയുള്ള വ്യത്യാസങ്ങളൊക്കെയാണ് പുതിയ ആസ്റ്ററിൽ. ഞാൻ ഈ പുതിയതെന്ന് പറയുമ്പോൾ ഞാൻ വീണ്ടും പറയുന്നു, ഡിസൈൻ മാറ്റേണ്ട ആവശ്യം ശരിക്കും പറഞ്ഞില്ല. ദാറ്റ് ഡിസൈൻ ഇസ് ആക്ച്വലി നമ്മൾ റോഡിലൂടെയൊക്കെ പോകുമ്പോൾ നമ്മൾ ഒത്തിരി അട്രാക്ട് ചെയ്യുന്ന ഒരു ഡിസൈനാണ് ആസ്റ്ററിന് കൊടുത്തിരുന്നത്. സോ ഡിസൈനിൽ അവർ ഒരു മാറ്റവും വരുത്തിയിട്ടില്ല. പക്ഷേ കൂടുതൽ ഫീച്ചേഴ്സ്, എന്നും ഫീച്ചേഴ്സിലാണ് MG ഒരു മുൻപന്തിയിൽ നിൽക്കുന്നത്. അല്ലെങ്കിൽ ഇതുപോലുള്ള പുതിയ ഫീച്ചേഴ്സിൽ അത് തന്നെ ബെറ്റർ ആക്കി, ഫീച്ചേഴ്സ് കുറച്ചും കൂടി ബെറ്റർ ആക്കിയിട്ട് ഇപ്പോൾ ആസ്റ്ററിൻ്റെ പുതിയ ഒരു വേർഷൻ ഇപ്പോൾ വരുന്നുണ്ട് വിത്ത് ബ്ലാക്ക് സ്റ്റോം ആസ്റ്റർ ഓൾസോ. ഞാൻ ഫീച്ചേഴ്സ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ ആസ്റ്ററിൽ ലെവൽ 2 അഡാസ് ഫീച്ചേഴ്സ് വരുന്നുണ്ട്. അതുപോലെ തന്നെ പാൻഡ്രോമിക് സൺറൂഫ്, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഓൾറെഡി വന്നിരുന്നതാണ്. ഇപ്പോൾ ഈ പുതിയ ആസ്റ്ററിലും അത് നിലനിർത്തിയിട്ടുണ്ട് MG. ആസ്റ്ററിൽ ഇപ്പോൾ 2 എഞ്ചിൻ ഓപ്ഷനാണ് വരുന്നത്. ഒരു 1.3 ലിറ്ററും ഒരു 1.5 ലിറ്ററും. അതിൽ 1.3 ലിറ്റർ ടർബോ എഞ്ചിനാണ് വരുന്നത്. 1.3 ലിറ്റർ ടർബോയുടെ പവർ വരുന്നത് 140 PS പവറാണ്. അതിനകത്ത് ഒരു ഗിയർ ബോക്സ് വരുന്നതാണെങ്കിൽ ഒരു ടോക്ക് കൺവേർട്ടറാണ് വരുന്നത്. ഒരു 6 സ്പീഡ് ടോക്ക് കൺവേർട്ടർ വരുന്നത് 1.3 ടർബോയിൽ. അതുപോലെ പിന്നെ വരുന്നത് 1.5 ലിറ്റർ നാച്ചുറലി ആസ്പിറേറ്റഡ് എഞ്ചിനാണ്. അതിൻ്റെ പവർ വരുന്നത് 110 PS പവറും. അതിനകത്താണ് CVT വരുന്നത്. സോ അതാണ് പുതിയ ആസ്റ്ററിൻ്റെ എഞ്ചിനിൽ വരുന്നത്. നേരത്തെ ഉണ്ടായിരുന്നതായിട്ട് യാതൊരു വ്യത്യാസവും. പിന്നെ അതിൻ്റെ ഒപ്പം നമുക്ക് കിട്ടുന്നത് 5 ഡിഫറെൻറ്റ് വേരിയൻസിലാണ്. സോ സ്റ്റാർട്ടിംഗ് വേരിയൻറ്റ് സ്പ്രിൻറ്റ് എന്ന് പറയുന്ന വേരിയൻറ്റിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. നേരത്തെ സ്റ്റൈലായിരുന്നു. ഇപ്പോൾ അതിന് പകരം സ്പ്രിൻറ്റ് എന്ന് പറയുന്ന വേരിയൻറ്റിൽ ഇതിൻ്റെ പല വേരിയൻറ്റ്സ് സ്റ്റാർട്ട് ചെയ്യുന്നു പുതിയ ആസ്റ്റർ. എഞ്ചിനും ഗിയർ ബോക്സും സെയിം ആണെങ്കിൽ പോലും അതിൻ്റെ ഗിയർ റേഷ്യോയിൽ വ്യത്യാസമുണ്ടെന്നാണ് MG പറയുന്നത്. അത് അറിയണമെങ്കിൽ വണ്ടി ഓടിച്ചു നോക്കണം. സോ ഇതിൻ്റെ ഡ്രൈവ് ഉടനെ തന്നെ നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും.